കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കൽപ്പന കണ്ടു ഞെട്ടിപ്പോയി. അന്ത്യോക്യൻ പീഡനത്തിൽ സഹികെട്ട് ശ്രേഷ്ഠൻ തോമസ് പ്രഥമൻ ബാവ 2014 എഴുതിയ ഒരു കൽപ്പന. ഇരുമ്പ് ദണ്ട് കൊണ്ടുള്ള നുകത്തിൻ കീഴിലുള്ള അടിമത്തവും. അതാണ് ശ്രേഷ്ഠന്റെ വാക്കുകൾ. ഈ കൽപ്പനയിൽ 40 കൊല്ലമായി എന്ന് ശ്രേഷ്ഠൻ വ്യക്തമായി പറയുന്നു. അതായത് സഭ അറിയാതെ മെത്രാൻ വേഷമണിഞ്ഞ് മലങ്കരയിൽ പ്രത്യക്ഷപ്പെട്ട് വിഘടനവാദവും പള്ളി അപകരണവും ആരംഭിച്ച 1974 മുതൽ ഈ കൽപ്പന എഴുതിയ 2014 വരെയുള്ള 40 വർഷം. എന്നിട്ടിപ്പോ കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനി ഇടയ്ക്ക് പറയുന്നത് കേട്ടു മാതൃസഭയെന്നും 2000 വർഷത്തെ പാരമ്പര്യമെന്നുമൊക്കെ. യാക്കോകൾക്ക് ആകെ പാരമ്പര്യം 1974 മുതൽ തുടങ്ങിയെങ്കിലും 2002 ഔദ്യോഗികമായി രൂപം കൊണ്ടത്. ഇത്തരം ലിഖിതമായ രേഖകൾ പരിശോധിച്ച് വിലയിരുത്തി കോടതികൾ വിധി പറയുമ്പോൾ മെത്രാച്ചൻ മൈക്കിന് മുന്നിൽ ഗീർവാണം അടിച്ചിട്ടോ ന്യായീകരണ ഗുണ്ടകൾ ഫേസ്ബുക്കിൽ നിരത്തുന്ന പോസ്റ്റ് കൊണ്ടോ അടിസ്ഥാന രേഖകൾ മാഞ്ഞു പോകില്ല. 1974 വിഘടന വാദം തുടങ്ങി 97 ഒന്നായി സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തിട്ടും 2002 പരുമരയിൽ നിന്നും ഒളിച്ചോടി പുതിയ സഭ ഔദ്യോഗികമായി ഉണ്ടാക്കിയവർ ഒരു ഒളുപ്പുമില്ലാതെ പറയുന്നു മാതൃസഭയെന്ന്. ശ്രേഷ്ഠ തോമസ് പ്രഥമൻ ബാവ എഴുതിയ ഈ കൽപ്പനയും ഓർത്തഡോക്സുകാർ ഉണ്ടാക്കിയതാണ് എന്ന് പറയുമോ? അതും വേണേൽ പറയും. ആടിനെ പട്ടിയാക്കുന്ന വിഘടന്മാർ അതും പറയും, അതിനപ്പുറവും പറയും.